കേരള പോലീസിലെ ഉന്നത IPS ഉദ്യോഗസ്ഥർക്കിടയിൽ പുകയുന്ന കടുത്ത വിഭാഗീയതയും കുടിപ്പകയും വീണ്ടും പരസ്യമായ രാഷ്ട്രീയ മാധ്യമ ചർച്ചകളിലേക്ക് വഴിമാറുകയാണ്. മുതിർന്ന IPS ഉദ്യോഗസ്ഥനായ നിതിൻ അഗർവാൾ വിരമിക്കുമ്പോൾ ഒഴിവുവരുന്ന അഭിമാനകരമായ DGP പദവിയിലേക്ക് അർഹനായ ADGP S ശ്രീജിത്ത് എത്താതിരിക്കാൻ നിലവിൽ കടുത്ത ആരോപണങ്ങളിൽപ്പെട്ട് സസ്പെൻഷനിൽ കഴിയുന്ന ADGP MR അജിത് കുമാറും സംഘവും കള്ളക്കളികളും ഗൂഢാലോചനകളും നടത്തുന്നുവെന്ന ആരോപണമാണ് ഇപ്പോൾ ശക്തമായിരിക്കുന്നത്. ഗുരുതര അഴിമതിയും ആരോപണങ്ങളും കാരണം തനിക്ക് DGP പദവി ലഭിക്കില്ലെന്ന് ഉറപ്പായതോടെ അടുത്ത സീനിയറായ സഹപ്രവർത്തകൻ ശ്രീജിത്തിനും ആ പദവി ലഭിക്കരുതെന്ന വാശിയിലാണ് അജിത് കുമാറും മറ്റു ചില ഉന്നതരും ചേർന്ന് വ്യാജ മാധ്യമ വാർത്തകളും തെറ്റിദ്ധരിപ്പിക്കുന്ന ഹർജികളും ചമയ്ക്കുന്നതെന്നാണ് ഉയരുന്ന പ്രധാന ആക്ഷേപം. ശ്രീജിത്തിന് ഹൈക്കോടതിയിൽ നിന്നും കനത്ത തിരിച്ചടിയേറ്റുവെന്നും അദ്ദേഹത്തിന്റെ പ്രൊമോഷൻ തടയപ്പെടുമെന്നുമുള്ള രീതിയിൽ ചില മാധ്യമങ്ങളിൽ വൻതോതിൽ ബ്രേക്കിംഗ് ന്യൂസുകൾ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു വരി കൊണ്ട് പോലും ADGP ശ്രീജിത്തിനെ വിമർശിക്കുകയോ അദ്ദേഹത്തിനെതിരെ പരാമർശം നടത്തുകയോ ചെയ്തിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അന്നത്തെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന വിശ്വനാഥ സിൻഹ IAS കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചതിലെ കേവലമായ സാങ്കേതികപരമായ വീഴ്ചയിലാണ് ഹൈക്കോടതി അതൃപ്തി പ്രകടിപ്പിച്ചത്. പരാതിക്കാരനെയും പ്രതിസ്ഥാനത്തുള്ള ശ്രീജിത്തിനെയും ഒരുമിച്ച് നിർത്തി മൊഴിയെടുക്കാൻ ആഭ്യന്തര സെക്രട്ടറി തീരുമാനിച്ചതാണ് കോടതിയെ ചൊടിപ്പിച്ചത്. പരാതിക്കാരൻ ഇതിൽ പങ്കെടുക്കാതിരുന്നതിനാൽ അയാളുടെ ഭാഗം കൂടി കേട്ട് വീണ്ടും നിയമപരമായ റിപ്പോർട്ട് നൽകാനാണ് കോടതി നിർദ്ദേശിച്ചത്. എന്നാൽ ഈ സാങ്കേതിക ഉത്തരവിനെയാണ് ചില മാധ്യമങ്ങളും അജിത് കുമാർ അനുകൂലികളും ശ്രീജിത്തിനെതിരായ അന്തിമ വിധിയെന്ന രീതിയിൽ വളച്ചൊടിച്ച് പ്രചരിപ്പിച്ചത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ചട്ടപ്രകാരം സ്വന്തം ചെലവിൽ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് അവധിയെടുത്ത് വിദേശത്ത് പോകുന്നതിന് വിവരം അറിയിച്ചാൽ മാത്രം മതിയാകും. എന്നാൽ ഭാവിയിൽ തനിക്കെതിരെ ദുരുദ്ദേശപരമായ വിവാദങ്ങൾ ഉണ്ടാക്കിയേക്കാമെന്ന് മുൻകൂട്ടി കണ്ട് ശ്രീജിത്ത് സംസ്ഥാന സർക്കാരിനും DGPക്കും കൃത്യമായ അപേക്ഷ നൽകി രേഖാമൂലം അനുമതി വാങ്ങിയിരുന്നു. അന്നത്തെ ചീഫ് സെക്രട്ടറിയുടെയും DGPയുടെയും ഔദ്യോഗിക അനുമതി പത്രങ്ങൾ ഇതിന് വ്യക്തമായ തെളിവായും പുറത്തു വന്നിട്ടുണ്ട്. ദുബായിലൊരു സ്വകാര്യ സ്ഥാപനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ശ്രീജിത്ത് പങ്കെടുത്തത് പോലീസിന്റെ ഔദ്യോഗിക യൂണിഫോം ധരിച്ചായിരുന്നു എന്നായിരുന്നു മാധ്യമങ്ങളിൽ ഉന്നയിക്കപ്പെട്ട മറ്റൊരു പ്രധാന ആരോപണം. എന്നാൽ അദ്ദേഹം യൂണിഫോം ഇടാതെ സാധാരണ വസ്ത്രം ധരിച്ച് ചടങ്ങിൽ പങ്കെടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ഈ ആരോപണവും പൂർണ്ണമായും പൊളിഞ്ഞു. ദുബായിൽ ലൈസൻസോടെ പ്രവർത്തിക്കുന്ന ആയുർവേദ കേന്ദ്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് അദ്ദേഹം പങ്കെടുത്തത്. മുൻപ് ദുബായിൽ വെച്ച് കാൽക്കുഴയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റപ്പോൾ ശ്രീജിത്തിനെ പരിചരിച്ചവരായിരുന്നു ഈ സ്ഥാപനത്തിലുള്ളവർ. എന്നാൽ സൽപ്പേരിന് കളങ്കമുണ്ടാക്കാൻ ഇതിനെ സ്പാ എന്ന് ബോധപൂർവം ചിത്രീകരിക്കുകയായിരുന്നു. ഇല്ലാത്ത വ്യാജ പ്രചരണം കാരണം അവിടെ ജോലി ചെയ്തിരുന്ന നിർധനരായ വനിതാ ജീവനക്കാരുടെ വിവാഹം വരെ മുടങ്ങുന്ന ദാരുണ അവസ്ഥയുണ്ടായി. ഈ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ പരാതിയിൽ ഇത്തരം അപവാദ പ്രചരണങ്ങൾക്കെതിരെ പോലീസിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ട്രാഫിക് കമ്മീഷണറായിരിക്കെ സസ്പെൻഡ് ചെയ്യപ്പെടുകയും വിജിലൻസ് അന്വേഷണം നേരിടുകയും ചെയ്യുന്ന മോട്ടോർ വാഹന വകുപ്പിലെ MVI ഡിബിൻ ഇടവനയ്ക്ക് ശ്രീജിത്തിനോട് കടുത്ത വ്യക്തിവൈരാഗ്യമുണ്ട്. മുതിർന്ന IPS ഉദ്യോഗസ്ഥനെ പരസ്യമായി വെല്ലുവിളിക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കുറിപ്പുകൾ പങ്കുവച്ച ഡിബിൻ ഇടവനയെ മുന്നിൽ നിർത്തിയാണ് അജിത് കുമാർ ഹർജികളും വ്യാജ കഥകളും ചമയ്ക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. IPS ഉദ്യോഗസ്ഥർക്കിടയിൽ ഉയർന്ന തസ്തികകളിലേക്ക് ആളുകൾ എത്തുമ്പോൾ ഇത്തരം കൊട്ടേഷനുകളും അണിയറ നീക്കങ്ങളും പതിവാണെങ്കിലും ഒരു സഹപ്രവർത്തകന്റെ അർഹതപ്പെട്ട DGP പദവി തടയുന്നതിനായി കോടതികളെയും മാധ്യമങ്ങളെയും വരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അജിത് കുമാർ എന്നതാണ് നിലവിൽ മനസ്സിലാക്കേണ്ടത്.